ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ വചനചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ പ്രയാസപ്പെടുന്നുണ്ട്? കൈവക്കാം. കുറച്ചു പേരേ ഉള്ളൂ. ഞാനുണ്ട്. ബാക്കി എല്ലാവരും ഒന്നും പ്രയാസമൊന്നും ഇല്ല. അപ്പൊ അവരോടല്ല പ്രസംഗം. പ്രയാസപ്പെടുന്നെങ്കിൽ നിങ്ങളോടാണ് ഇന്നത്തെ പ്രസംഗം. പലപ്പോഴും നമ്മൾ വളർച്ച പ്രാപിക്കുവാൻ പ്രയാസപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വചനപ്രകാരം ഒരു ഘടനയുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാലേ, പണിഞ്ഞാലേ ഇത് വളർന്നു വരികയുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കണ്ടായിരുന്നു. അതിൻ്റെ തുടർമാനമായുള്ളൊരു പഠനമാണ്. നമുക്ക് എല്ലാവർക്കും വചനമെടുത്ത് റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. റോമർ 12-ന്റെ 1-2 വാക്യങ്ങൾ ഞാൻ തന്നെ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ മാസത്തെ 1-ാമത്തെ ഞായറാഴ്ച നമ്മൾ ഇതേ വേദഭാഗം തന്നെയാണ് ധ്യാനിച്ചത്. അന്ന് നമ്മൾ കർത്താവിന്റെ പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം എങ്ങനെ തിരിച്ചറിയാമെന്ന് ഈ വേദഭാഗത്ത് നിന്ന് കണ്ടായിരുന്നു. 3 തരത്തിലുള്ള ദൈവഹിതം ഉണ്ടെന്നൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ടു. പൂർണ്ണപ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ഈ വചനത്തിൽ നമ്മൾ കണ്ടായിരുന്നു, നമ്മുടെ ശരീരങ്ങളെ നമ്മൾ യാഗമായി സമർപ്പിക്കണം, മനസ്സ് പുതുക്കം പ്രാപിക്കണം. ഈ രണ്ട് പ്രക്രിയയും കൂടെ സംഭവിച്ചാലേ കർത്താവിന്റെ പൂർണ്ണപ്രസാദമുള്ള തിരുഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ അന്ന് നമുക്ക് അധികം സമയം ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടുന്ന് സൂചിപ്പിച്ചായിരുന്നു, നമ്മുടെ ശരീരങ്ങളെ യാഗമായിട്ട് സമർപ്പിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന യുക്തമായ ആരാധന. ബുദ്ധിയുള്ള ആരാധന എന്ന് മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടെ ചൊവ്വായിട്ട് പറയുകയാണെങ്കിൽ യുക്തമായ ആരാധന, ലോജിക്കൽ, അല്ലെ? അതായത് ഇത്രത്തോളം നമ്മളെ സ്നേഹിച്ച കർത്താവിനെ നമ്മൾ യുക്തമായിട്ട് ചിന്തിച്ചാൽ എങ്ങനെ തിരിച്ചു സ്നേഹിക്കണം എന്ന് ചോദിച്ചാൽ, 1-ാമത്തെ പടി നമ്മുടെ ശരീരങ്ങളെ യാഗമായിട്ട് അവന് സമർപ്പിക്കണം. റോമാലേഖനം 12 മുതലാണ് പ്രായോഗിക തലത്തിലുള്ള ക്രിസ്തീയ ഉപദേശം പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. അവിടെ 1-ാമത്തെ വിഷയം നമുക്ക് ഇവിടെ തുടങ്ങാം. ആദ്യ പാഠം ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഘടനയുണ്ട്, ഒരു ക്രമമുണ്ട്. അത് പലപ്പോഴും നമ്മൾ പാലിക്കാത്തതുകൊണ്ടാണ് നമുക്ക് വളർച്ച സംഭവിക്കാത്തത്, അല്ലേ? നമ്മൾ പലപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ചെയ്യാതെ പിന്നെ ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ വളർച്ച സംഭവിക്കുകയില്ല, അല്ലേ? ഇപ്പൊ ഗുണനം പഠിക്കാത്ത ഒരു കൊച്ചിനെ നമുക്ക് കൊണ്ടുപോയി യൂണിവേഴ്സിറ്റിയിൽ ചേർക്കാൻ പറ്റുമോ? കണക്കിന് BSc കൊണ്ട് ചേർത്തിരിക്കുക, ഗുണനം പരിപാടികളൊന്നും അറിഞ്ഞൂടാ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആദ്യ ക്ലാസ്സിലെ കാര്യങ്ങൾ പഠിച്ചാലേ പിന്നീടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും ഇവിടെ ആരംഭിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച സംഭവിക്കാത്തത്. എവിടെ ആരംഭിക്കണം? നമ്മുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം, അല്ലെ? ഇപ്പൊ പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ കുറിച്ചൊന്ന് സങ്കല്പിക്കാം. ആ വ്യക്തി ഒരു യാഗം കഴിക്കാൻ പോവുക. ഒരു കിടാവിനെ എന്ന് വെച്ചോ, പശുക്കിടാവിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോവുക. പക്ഷെ ജീവനുള്ള പശുക്കിടാവായിട്ടായി പോകുന്നേ. അവിടെ ചെന്നിട്ടും ജീവനോടെ നിൽക്കുക, കൊല്ലുന്നില്ല. എന്തോ പറ്റും? ഇടയ്ക്ക് വെച്ച് ഈ പശു എവിടെങ്കിലും ഇറങ്ങി പോകും, അത്രയേ ഉള്ളൂ. നിന്റെ യാഗം എവിടെ? അതാ പറമ്പിൽ നിൽപ്പുണ്ട് എന്ന് പറയും, അല്ലേ? അത് ആലയത്തിൽ കാണത്തില്ല, അല്ലേ? കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയില്, ജീവനുള്ള കോഴിയെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും കോഴിക്കറി ഉണ്ടാക്കുമോ? അത് പാത്രത്തിൽ ഇടുമ്പോൾ അതിറങ്ങി ഓടും. അതാ നമ്മുടെ പലരുടെയും ക്രിസ്തീയ ജീവിതവും. നമ്മൾ പ്രസംഗം കേൾക്കുന്നു, അതനുസരിക്കാൻ പോകുന്നു, അതാ ചൂട് പാത്രത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു. നമ്മൾ അനുസരിക്കാൻ നിന്നു കൊടുക്കുന്നില്ല. കാരണം എന്താ? ശരീരത്തെ ആദ്യം കീഴ്പ്പെടുത്തി സമർപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഈ ശരീരവും വെച്ചോണ്ട് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റുന്നേ?
മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് വളരെ പ്രാഥമികമായിട്ടും അടിസ്ഥാനപരമായിട്ടും നമ്മൾ കരുതേണ്ട ഒരു കാര്യമാണ്. ശരീരങ്ങളെ യാഗമായിട്ട് അർപ്പിക്കാതെ ആരാധന ആരംഭിക്കുന്നില്ല, ക്രിസ്തീയ പ്രായോഗിക ജീവിതവും ആരംഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ആദ്യം ചോദിച്ചതുപോലെ നമ്മൾ എത്ര പേർ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ പ്രയാസപ്പെടുന്നുണ്ടെന്ന് കൈപൊക്കിയവരൊക്കെ മനസ്സിലാക്കുക, ഞാൻ ഉൾപ്പെടെയുള്ളവർ ശരീരത്തെ യാഗമായി അർപ്പിക്കാത്തതിന്റെ കുഴപ്പമാകും. വേറെ പല കുഴപ്പങ്ങൾ കാണും. പ്രാർത്ഥന ഇല്ലായ്മ കാണും, വചനം അറിഞ്ഞൂടാത്തത് കാണും, പല ദുശീലങ്ങൾ കാണും, പല ആസക്തികൾ കാണും, പ്രലോഭനങ്ങൾ കാണും, പൈശാചികം കാണും, അതൊക്കെ കാണുമായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് വളർച്ചയില്ലായ്മയിൽ ഒരു ദോഷം എന്ന് പറയുന്നത് ഇതാണ്: ശരീരങ്ങളെ യാഗമായിട്ട് അർപ്പിച്ചിട്ടില്ല. അത് വചനത്തിൽ വളരെ വ്യക്തമാണ്. നിങ്ങൾ ഇവിടെ ആരംഭിക്കണം. ഇതാണ് യുക്തമായ ആരാധന. ഇവിടെയാണ് ശിഷ്യത്വത്തിന്റെ ഒന്നാമത്തെ പാഠം. അപ്പൊ എന്താ നമ്മൾ പഠിച്ചു വരുന്നത്? ശരീരത്തെ ജീവനുള്ള യാഗമാക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞു. അത് യുക്തിക്ക് ചേരാത്തതല്ലേ? ജീവനുള്ള യാഗം. യാഗം എന്ന് പറഞ്ഞാൽ മരിച്ച ഒരു വസ്തുവാണ്, അർപ്പിക്കപ്പെട്ട വസ്തുവാണ്. പക്ഷെ ഇവിടെ ജീവനുള്ള യാഗം. അപ്പൊ അതെങ്ങനെയാ ജീവനുള്ള യാഗം, അല്ലെ? അപ്പൊ അത് മനസ്സിലാക്കണം നിങ്ങൾ. നമ്മുടെ ശരീരത്തിൽ മരണം വരാതെ നമുക്ക് ഈ പറയുന്ന കീഴ്പ്പെടലൊന്നും വരത്തില്ല കർത്താവിനോട്. അപ്പൊ ആ മരണം എങ്ങനെയാ നമ്മുടെ ശരീരത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മരിക്കുക എന്നല്ല കേട്ടോ. അക്ഷരീകമായിട്ട് നമ്മൾ മരിച്ചു പോകുന്നതിനെ കുറിച്ചല്ല. പക്ഷെ മരണത്തിന്റെ ഒരു തത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ശരീരങ്ങളിൽ വിളങ്ങണം. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്തായാലും ശരീരത്തിൽ ഒരു മരണത്തിന്റെ അവസ്ഥ നമ്മൾ അനുഭവിക്കണം എപ്പോഴും. അതാണ് അടിസ്ഥാനപരമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക, അല്ലാതെ ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് മാത്രം അങ്ങ് പൊതുവായിട്ട് അങ്ങ് പറഞ്ഞു പോവല്ല. കർത്താവിനെ അനുസരിക്കാനുള്ള നല്ല ശരീരങ്ങളെ കൊടുക്കണമെന്നല്ല, യാഗമായി അർപ്പിക്കണം. ഒരു മരണത്തിന്റെ ചിത്രം അവിടെ ഉണ്ട്, അല്ലേ? അത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് 9:23 പറഞ്ഞ. ആർക്കെങ്കിലും ഒരാൾക്കെടുത്ത് വായിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണേലും വായിച്ചു കേൾക്കാം. ലൂക്കോസ് 9:23. ബൈബിളിൽ യേശുക്രിസ്തു ഒരേ ഒരു കാര്യമേ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞുള്ളൂ: എന്നും ചെയ്യണമെന്നുള്ളത്, അല്ലെ? ഞാൻ ഇതിനു മുമ്പേ ഇത് പഠിപ്പിച്ചിട്ടുള്ള കാര്യമായിട്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. ഒരു കാര്യം എല്ലാ ദിവസവും ചെയ്യണമെന്ന് ശിഷ്യന്മാരോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് ലൂക്കോസ് 9:23. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ തെറ്റിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആമേൻ. കേട്ടോ, നാൾക്കുനാൾ അവൻ എന്ത് ചെയ്യണം? എല്ലാ നാൾതോറും ചെയ്യേണ്ട കാര്യമാണ് ക്രൂശ് എടുക്കണം. നമ്മളൊക്കെ എല്ലാ ദിവസവും ക്രൂശ് എടുക്കുന്നുണ്ടോ? അല്ലേ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്നല്ല കർത്താവ് പഠിപ്പിച്ചത്. ലൂക്കോസ് 18 ആദ്യം പറഞ്ഞത് എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലെ? എല്ലാ ദിവസവും അല്ല. എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ: ക്രൂശ് എടുക്കണം, മരണത്തിന്റെ നിഴലിൽ നടക്കണം, അല്ലെ? അപ്പൊ തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് എടുക്കണം. അപ്പോ അവിടെ ആദ്യം പറഞ്ഞു വന്നെന്തായിരുന്നു? ഒരുത്തൻ എന്നെ പിൻഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ എല്ലാ ദിവസവും ക്രൂശ് എടുക്കണം. അപ്പൊ എല്ലാ ദിവസവും ക്രൂശ് എടുത്താലേ എല്ലാ ദിവസവും കർത്താവിനെ പിൻപറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്നൊക്കെ നമ്മൾ ക്രൂശ് എടുത്തില്ല, അന്നൊന്നും നമ്മൾ ക്രിസ്തുവിനെ അനുഗമിച്ചിട്ടില്ല. കേട്ടോ, അതേ കാര്യം തന്നെ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്: നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിക്കണം. ഒരു മരണത്തിന്റെ അവസ്ഥ നിങ്ങളുടെ ശരീരങ്ങളിൽ വിളങ്ങണം. അപ്പൊ ക്രൂശ് എടുക്കണം എന്ന് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നതിന്റെ തത്വപരമായ അർത്ഥം. ഒരേ തത്വം തന്നെ ഇവിടെയും പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരങ്ങൾ ഒരു മരണത്തിന്റെ അവസ്ഥ അനുഭവിച്ചാലേ എന്നും നമ്മൾ കർത്താവിനെ പിൻപറ്റത്തുള്ളൂ. നമ്മൾ ജീവനുള്ള യാഗമായി നമ്മുടെ ശരീരങ്ങളെ അർപ്പിച്ചാലേ യുക്തമായ ആരാധന കഴിച്ച് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിൽ പലരും പൊതുവെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ശരീരങ്ങളെ കുറിച്ച് പുതിയ നിയമം എന്താ പറയുന്നതെന്ന് പലപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല. ശരീരങ്ങളെ കുറിച്ച് ഒരുപാട് ഒട്ടനവധി വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പഠിക്കേണ്ടതാകുന്നു. 3 വിഷയങ്ങളെ ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, ഈ വിഷയവുമായിട്ട് ചേർന്ന് പോകുന്നു. പക്ഷേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ
ശരീരം എന്നുള്ള വാക്ക് പല രീതിയിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ അക്ഷരീകമായ ഈ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ മർത്യ ശരീരം എന്ന് മലയാളം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ശരീരം ചില സമയത്ത് കർത്താവിന്റെ ശരീരം, സഭയെക്കുറിച്ചാണ് പറയുന്നത്, അതിനെക്കുറിച്ചല്ല. മർത്യ ശരീരം, നമ്മുടെ മാനുഷിക ശരീരങ്ങളെ കുറിച്ച് ഒട്ടനവധി വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതെടുത്ത് നമ്മൾ പഠിച്ചിട്ടില്ല പലപ്പോഴും, അതുകൊണ്ട് നമുക്കൊന്ന് പഠിക്കാം. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ പറയുന്ന ശരീരം ഞാൻ ജീവനുള്ള യാഗമായി അർപ്പിക്കണം, ഒരു മരണത്തിന്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകണം, എങ്കിൽ മാത്രമേ ഞാൻ ക്രിസ്തുവിനെ അനുദിനം അനുഗമിക്കുകയുള്ളൂ. ശരി, നമുക്ക് ഒന്നാമതായിട്ടൊരു കാര്യം, ഇവിടെ ഒരു തെറ്റിദ്ധാരണ കടന്നു വരാം. ആഹാ, ജീവനുള്ള യാഗമായിട്ട് ശരീരത്തെ അങ്ങ് പീഡിപ്പിക്കണം, അല്ലെ? ചിലരുടെയൊക്കെ വിചാരം, എന്നാ പിന്നെ ശരീരത്തെ അങ്ങ് ക്രൂരമായിട്ട് അങ്ങ് പീഡിപ്പിച്ചേക്കാം. അങ്ങനെ സഭാചരിത്രത്തിൽ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട്. നവോത്ഥാന കാലം, പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാന കാലം വരുന്നതിന് മുമ്പ് കത്തോലിക്ക സമൂഹത്തിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അവര് പാപങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് ഏതെങ്കിലും കോൺവെന്റിലോ ഏതെങ്കിലും കന്യാസ്ത്രീ മഠത്തിലോ ഒക്കെ ഉള്ളവർ എന്ത് ചെയ്യും, ഒരു റൂമിൽ പോയിട്ട് ഒരു ചാട്ടവാറെടുത്ത് സ്വന്തമായിട്ട് അവരുടെ പുറത്തിട്ടടിക്കും, അല്ലേ? പ്രൊട്ടസ്റ്റന്റ് നവോത്ഥാനം കൊണ്ടുവന്ന മാർട്ടിൻ ലൂതർ ഇതൊക്കെ പണ്ട് ചെയ്തിരുന്നു. ഇതൊക്കെ ചെയ്ത് പുള്ളിക്ക് മനസ്സിലായി ഒരു പാപവും പോകത്തില്ലെന്ന്. അപ്പോഴാ പുള്ളിക്ക് ദൈവം സുവിശേഷത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തത്. അപ്പോ വീണ്ടും ജനിക്കാത്ത വ്യക്തികൾ ജഡത്തില് ഒരുപാട് കസറത്ത് കാണിക്കും, സർക്കസ് കാണിക്കും, ശരീരത്തെ പല രീതിയിലും പീഡിപ്പിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള യാഗമായി അർപ്പിക്കണം നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ മരണം വരണം എന്ന് പറയുമ്പോൾ അതല്ല. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനുള്ള യാഗമായി ശരീരത്തെ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരീരത്തെ ക്രൂരമായി പീഡിപ്പിക്കുക എന്നുള്ളതല്ല. അതൊരു മാനുഷിക ചിന്തയാണ്, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെ ആരെങ്കിലും ഒരാൾ കുറച്ച് വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23. ശരീരത്തിന്റെ ഉപേക്ഷയിൽ രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത് ദണ്ഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. അവിടെ പൗലോസ് പറയാണ്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഈ ഭൂമിയിലുള്ള സാധാരണ മനുഷ്യരുടെ ചിന്താഗതിയോടെല്ലാം മരിച്ചു. സാധാരണ മനുഷ്യർക്ക് മതപരമായ പല ചിന്താഗതികൾ കാണും. അതിന്റെ ഭാഗമായിട്ട് അവർ പറയും തൊടരുത്, കഴിക്കരുത്, ഇങ്ങനെ പല ചിട്ടവട്ടങ്ങളൊക്കെ പല മതങ്ങളിലും ഒക്കെ ഉണ്ട്. ക്രിസ്തീയ മതത്തിലും ഉണ്ട്, നമ്മുടെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉണ്ട്. ഇതൊക്കെ പക്ഷെ മാനുഷികമാണ്, അല്ലേ? അങ്ങനത്തെ മാനുഷിക കുറെ നിയമവാദങ്ങൾക്ക് കീഴ്പ്പെടുന്നു ചിലര്, അല്ലേ? പക്ഷെ അതെല്ലാം ഒരു ഗുണവുമില്ലാത്തതാണ്. സ്വേച്ഛാരാധനയാണ്, സ്വയത്തിന്റെ ആരാധനയാണ്. താഴ്മ എന്ന് പറഞ്ഞിരിക്കുന്നത് കപട താഴ്മയാണ്, ശരിക്കുള്ള താഴ്മയല്ല. അതായത് ശരീരത്തെ ദണ്ഡിപ്പിച്ച് വളരെയധികം നമ്മളെ തന്നെ താഴ്ത്തി സ്വയത്തെ ആരാധിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ശരീരത്തിന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ശരീരത്തെ നമ്മൾ നിഗ്ലക്ട് ചെയ്യാൻ പാടില്ല. ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പോറ്റി പുലർത്തണം. അതിന് അത്യാവശ്യമുള്ള ആഹാരം കൊടുക്കണം, തുണി കൊടുക്കണം, അങ്ങനെ പലതും ചെയ്യണം, അല്ലേ? അതൊന്നും ചെയ്യാതെ നടക്കുമ്പോൾ അതിനൊരു ചിത്രം വരും, ഓ എന്തൊരു വലിയ ഭക്തൻ, അല്ലേ? ചില സന്യാസി വീരന്മാരുണ്ട്, തുണിയൊന്നും ഉടുക്കൂല, കുളിക്കത്തില്ല, അല്ലേ? മുടിയൊക്കെ കണ്ടാത്തൊന്നും ഏതോ ആൽമരത്തിന്റെ കൊമ്പ് പോലിരിക്കും, ജട, അല്ലേ? അവരുടെ വിചാരം അത്രയ്ക്ക് ആത്മീയ, കുളിക്കാൻ പോലും പുള്ളിക്ക് സമയമില്ല, അത്രയ്ക്ക് ദൈവത്തിന് കൊടുത്തിരിക്കണം. ഓ എന്തൊരു വലിയ ഭക്തൻ, അല്ലേ? പല്ല് തേക്കത്തില്ല, അല്ലെ? അപ്പൊ അതെന്തോ ഒരു വലിയ കൊടുമുടിയാണ്, ആത്മീയതയുടെ ഉത്തുംഗമാണെന്ന് സാധാരണ മനുഷ്യർക്കൊരു ചിന്താഗതി ഉണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. എല്ലാ മതത്തിലും ഉണ്ട്, ഏത് മതമൊന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കത്തോലിക്കരുടെ ഇടയിലും ഉണ്ട് ഇതൊക്കെ, നമ്മുടെ ഇടയിലും ചിലപ്പോൾ കയറി വരും ഇതൊക്കെ. ഞാൻ എന്തോ കൂടിയവനാണെന്ന് കാണിക്കാൻ ശരീരത്തെ
ഉപേക്ഷിക്കുന്നു. പക്ഷെ അവിടെ അവസാനം പൗലോസ് പറഞ്ഞു നിർത്തിയുണ്ടോ, ഇത് പക്ഷേ കൊണ്ട് ഒരു ഗുണവുമില്ല. എവിടെ ഗുണമില്ല? ജഡാഭിലാഷത്തെ ജയിക്കുവാൻ ഇതൊന്നും കൊണ്ടൊരു ഗുണവുമില്ലെന്ന്. ആഹാ, ഇത്രയും മലയുടെ മണ്ടയിൽ പോയി തപസ് ചെയ്തിട്ടും ഉള്ളിൽ കോപം വരുന്നു, ഉള്ളിൽ പണമോഹം വരുന്നു, അല്ലെ? പെണ്ണുങ്ങളോട് വേണ്ടാത്ത മോഹം വരുന്നു, അല്ലെ? അപ്പൊ കണ്ടോ, ഇത്രയും കടന്ന് തകർത്ത് സന്യസിച്ചിട്ടും ഉള്ളിലെ മോഹത്തിന്റെ മേൽ ഒരു ജയവും വന്നില്ല. കാരണം എന്താ? ജഡാഭിലാഷത്തിന്റെ മേൽ ജഡീകമായ ഇതുപോലുള്ള ശാരീരിക പീഡനങ്ങൾ കൊണ്ട് ഒരു ഗുണവുമില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ മെസ്സേജിന്റെ ഏറ്റവും മൂല്യം കേട്ടോ, ശരീരത്തെ ദണ്ഡിപ്പിച്ച. അപ്പം എന്തോ യുക്തമായ ആരാധനയാണ്, ശിഷ്യത്വത്തിന്റെ ആദ്യപടിയാണെന്നും പറഞ്ഞ് ആരും വീട്ടിൽ പോയിട്ട് ശരീരത്തെ പീഡിപ്പിക്കരുത്. ഈ കൊലോസ്യ ലേഖനം 2 പറഞ്ഞ മന്ദബുദ്ധികളുടെ കൂട്ടത്തിലായി പോകും. അവരുടെ പോലത്തെ ബുദ്ധിഹീന പ്രവൃത്തി ചെയ്ത് നമ്മള് ജഡാഭിലാഷത്തിന്റെ മേൽ ഒരു ജയവും പ്രാപിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശരീരമല്ല നമ്മുടെ ശത്രു, അതാദ്യം മനസ്സിലാക്കണം. പലർക്കും ഈ ശരീരമാണ് ശത്രു എന്നാണ് ചിന്താഗതി. ഈ ശരീരത്തിൽ നിന്നൊരു ഒരു ഒരു മോക്ഷം ലഭിച്ചാൽ ഞാൻ ആത്മീകനാകുമെന്നൊരു ചിന്തയുണ്ട്. അത് ക്രിസ്തീയ ചിന്താഗതിയല്ല. ശരീരമല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രശ്നം ജഡമാണ്. അത് ജഡവും ശരീരവും എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോ ജഡീകമായ മതപരമായ അവഗണനയല്ല ശരീരത്തെ യാഗമായി കഴിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. ഇതിനോട് തന്നെ ചേർന്നൊരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 13:3. 1 കൊരിന്ത്യർ 13:3. കേട്ടോ, ശരീരത്തെ ചുടുവാൻ കൊടുത്തു. ആക്ഷരീകമായിട്ട് ശരീരമെടുത്ത് വേറൊരു വ്യക്തിക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി ചുടുവാൻ കൊടുത്തു. പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. അപ്പൊ നേരത്തെ കണ്ടത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. ആത്മീയതയുടെ പേരും പറഞ്ഞ് ശരീരത്തെ ദണ്ഡിപ്പിച്ച് പല മത ആൾക്കാരും നടപ്പുണ്ട്. ഇത് കുറച്ചുകൂടെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നവർ, മറ്റുള്ള ജീവികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി ശരീരത്തെ തീ കത്തിക്കാൻ കൊടുക്കുന്നു. ഈ 2 കൂട്ടർക്കും ഒരു ഗുണമില്ലെന്നായി പറഞ്ഞു വരുന്നു. അപ്പൊ നമ്മൾ ലോകം നോക്കിക്കേ, ചിലര് മതത്തിന്റെ പേര് ഭ്രാന്തും പറഞ്ഞ് ശരീരത്തെ ദണ്ഡിപ്പിച്ച് നടപ്പുണ്ട്, സന്യാസം എന്ന് പറഞ്ഞു. വേറെ കുറെ പേര് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ഈ ലോകത്തെ സേവിക്കാൻ നടക്കുകയാണ്. സേവന രംഗത്താണ്. ഉറങ്ങാൻ സമയമില്ല, ഉണ്ണാൻ സമയമില്ല, രാഷ്ട്ര സേവനത്തിലാണ്, അല്ലെ? അല്ലെങ്കിൽ ആതുര സേവനത്തിലാണ്, അല്ലെങ്കിൽ മനുഷ്യരെ സേവിക്കാൻ, അഗതികളെ സേവിക്കാൻ നടക്കുകയാണ്. പക്ഷെ 2ഉം വചനത്തിൽ പറഞ്ഞു ഒരു ഗുണവുമില്ല. ജഡാഭിലാഷത്തെ ജയിക്കുവാൻ ഇതൊന്നും കൊണ്ടൊരു ഗുണവുമില്ലെന്ന്. 2ലും ശരീരം ദണ്ഡിപ്പിക്കപ്പെടുകയാണ്, ശരീരം അവഗണിക്കപ്പെടുകയാണ്, ശരീരം പീഡിപ്പിക്കപ്പെടുകയാണ്. പക്ഷെ അതുകൊണ്ടൊരു ഗുണവുമില്ല. അപ്പൊ ഇതൊന്നും അല്ല റോമാലേഖനം 12 പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 12 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനു വേണ്ടിയോ മനുഷ്യർക്കോ വേണ്ടി ശരീരത്തെ അവഗണിക്കുന്നതിനെ കുറിച്ചല്ല. ഈ പറഞ്ഞ 2ഉം കൊലോസ്യ ലേഖനം 2ലും 1 കൊരിന്ത്യർ 13 വായിച്ച 2 കാര്യം നിങ്ങൾ ഓർക്കണം. ഏത് അവിശ്വാസിക്കും ചെയ്യാൻ പറ്റും. അവിശ്വാസികളൊക്കെ ചെയ്തുകൊണ്ടും നടക്കുന്നുണ്ട്. പിന്നെ ചില വിശ്വാസികളും ഇതൊക്കെ തന്നെ ആത്മീയത എന്ന് പറഞ്ഞ് നടക്കുന്നു. എന്താണിത്? ജഡീകമാണിത്. സ്വന്തം ജഡത്തിൽ നിന്ന്, അതായത് വീണുപോയ താഴ്ന്നുപോയ മനുഷ്യന്റെ തനതായ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന സോ കോൾഡ് ആത്മീയത. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇത് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ 2 വേദഭാഗത്തിലെയും കലാപരിപാടികൾക്ക്, അല്ലെ? തുടരുത്, കഴിക്കരുത്, തീണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്യാസം കളിക്കാൻ യേശു ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അതുപോലെ എൻ്റെ ശരീരം ചുട്ടുകളഞ്ഞ് സമൂഹത്തെ സേവിക്കാൻ യേശു ക്രിസ്തു മരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഏത് അവിശ്വാസിക്കും ചെയ്യാൻ പറ്റും. ഇത് മാനുഷികമായിട്ടുള്ള, സർവ്വസാധാരണമായിട്ട് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മനുഷ്യന് തോന്നുന്ന ചിന്താഗതികളാണ് ഈ പ്രവൃത്തികൾ. ഇത് സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെട്ടതല്ല, ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഉളവാകുന്നതല്ല. ഇത് പിന്നെ എന്താണ്? ഇതൊരു പ്രവൃത്തിയാണ്. രക്ഷ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഒരു പ്രവൃത്തി. അതല്ല നമ്മളിവിടെ പഠിച്ചു വരുന്നത്. നമ്മൾ പഠിച്ചു വരുന്നത് രക്ഷിക്കപ്പെടുവാൻ വേണ്ടി എൻ്റെ ശരീരം കൊണ്ട് ഞാൻ എന്തെങ്കിലും ജഡീകമായ കസറത്ത് കാണിച്ചു കൂട്ടുന്നതിനെ കുറിച്ചല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു ഫലത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, റോമർ 12 തുടങ്ങുന്നത് എങ്ങനെയാണ്? ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മനസ്സലിവുകൾ ഓർപ്പിച്ച്
നിങ്ങളോട് ദൈവം മനസ്സലിവ് കാട്ടി അത് ഓർത്തിട്ട് വേണം ഈ പ്രവൃത്തി ചെയ്യാൻ. ഇത് സുവിശേഷത്തിൽ അടിസ്ഥാനമിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലാതെ ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ പ്രീതി കിട്ടാൻ വേണ്ടി ജഡത്തിൽ ചെയ്തു വെക്കുന്ന ഒരു പ്രവൃത്തിയല്ല. റോമർ 8:8 പറഞ്ഞിട്ടുണ്ട്, ജഡത്തിൽ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല, സാധ്യമല്ല. അത് നമ്മളാണേലും വീണ്ടും ജനിച്ച മക്കളാണേലും ചില പ്രസംഗകരൊക്കെ വന്ന് ഈ സാധാരണ മതബോധം അടിച്ചു തരും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ജഡസ്വഭാവത്തിൽ നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഒരു കസറത്തും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നില്ല. നിന്നെ കൊടുക്കാതെ നിന്റെ ശരീരം കൊണ്ട് ദൈവത്തിനു യാഗമായി കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. കർത്താവ് അതാ പറഞ്ഞ, നിന്നെ ആദ്യം നിഷേധിച്ചിട്ട് വേണം നീ ക്രൂശ് എടുക്കാൻ. ഇത് നമ്മളെ ഒന്നും നിഷേധിക്കത്തില്ല, പക്ഷെ വലിയ സന്യാസമാണ് അല്ലെ. അതുകൊണ്ടാണ് എന്ത് വരുന്നത്, മലയിൽ പോയി സന്യാസം ചെയ്തിട്ടും കന്യാസ്ത്രീ മഠത്തിൽ പോയിട്ടും കോൺവെന്റിൽ പോയിട്ടും മൊണാസ്ട്രിയിൽ പോയിട്ടും പള്ളിയിൽ അച്ഛനായാലും സ്വാമി ആയാലും ഒക്കെ പാപത്തിൽ വീണു പോകുന്നത്. എന്താ കുഴപ്പം? തന്നെത്താൻ കൊടുത്തില്ല, ശരീരമൊക്കെ എഴുതി കൊടുത്തു അല്ലേ. ശരീരം കൊടുത്തേച്ച് എന്നെ കൊടുത്തില്ല. അപ്പൊ എന്താ, എൻ്റെ ഉള്ളിലിരിക്കുന്ന മോഹങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നില്ല. അതല്ല ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ശരീരങ്ങളെ യാഗം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് സുവിശേഷ വെളിച്ചത്തിലായിരിക്കണം. യേശു ക്രിസ്തുവിലുള്ള ഒരു വിശ്വാസം നിമിത്തമുള്ള ഒരു പ്രവൃത്തിയായിരിക്കണം ഇത് അല്ലേ. അത് നമുക്ക് കൂടുതൽ പഠിക്കാനായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 10-11 തിരിയാം. അതാണ് ഇനി 2ാമത്തെ പാഠം. അപ്പൊ 1ാമത്തെ പാഠം നമ്മൾ കണ്ടു, കർത്താവിന് ജീവനുള്ള യാഗമായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരീരങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുക എന്നല്ല. 2ാമത്തെ പാഠം മനസ്സിലാക്കാൻ 2 കൊരിന്ത്യർ 4:10-11 ഒന്ന് വായിച്ചേ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരങ്ങളിൽ വെളിപ്പെടേണ്ടതിന്, വായിച്ചോ. കണ്ടോ, യേശുവിന്റെ മരണം എന്റെ മരണമല്ല, ഞാൻ പോയി സന്യാസം ചെയ്ത് കൊല്ലുന്നതല്ല. യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ എപ്പോഴും വഹിക്കുന്നു. ആ വാക്ക് വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കണേ, വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. കണ്ടോ, അവിടെ ഒരു വലിയ തത്വം ഒളിഞ്ഞു കിടപ്പുണ്ട് അല്ലേ. ഈ ക്രൂശ് എടുക്കുന്നതിനെ കുറിച്ച് തന്നെ പൗലോസും പറയുന്നത് എങ്ങനെയാണ്, ഞങ്ങളിൽ മരണത്തിന്റെ ഒരു തത്വം വെളിപ്പെടുമ്പോൾ യേശുവിന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടുന്നു അല്ലേ. അപ്പൊ ശരീരത്തിനെ യഥാർത്ഥ രീതിയിൽ യാഗമായി അർപ്പിച്ചാൽ അവിടെ പകരം എന്ത് വെളിപ്പെടും? യേശുവിന്റെ ജീവൻ വെളിപ്പെടും. അപ്പോഴാണ് അത് ശരിയായ പ്രവൃത്തിയായി മാറുന്നത്. അപ്പൊ ഇവിടെ കർത്താവിന്റെ മരണവും കർത്താവിന്റെ ജീവനുമാണ് വിഷയം. അപ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി അർപ്പിക്കണം, നിങ്ങളുടെ ശരീരങ്ങളെ ക്രൂശിക്കണം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിമിത്തമുള്ളൊരു മരണമാണ്. അതാണ് ഇപ്പോൾ യേശു നിമിത്തം അല്ലേ. അപ്പോ 2ാമത്തെ പാഠം അതാണ്, ഈ ശരീരത്തിൽ എങ്ങനെയാണ് ഈ മരണത്തിന്റെ അനുഭവം കടന്നു വരുന്നത്? യേശു ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭവിക്കൽ, അങ്ങനെ ഒരു വാക്കുണ്ട് റോമർ 6. അതിലേക്ക് നമ്മൾ കടക്കാൻ പോകാം. വിശ്വാസം നിമിത്തം യേശു ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭാവം നിമിത്തമാണ് ഈ മരണം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, ശരീരങ്ങളിൽ ഒരു മരണം കടന്നു വരാതെ നമുക്ക് ഈ പറയുന്ന കീഴ്പ്പെടലോ വളർച്ചയോ ഒന്നും കൈവരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ മരണം എങ്ങനെ? ഞാൻ പോയി സന്യാസം ചെയ്യുകയല്ല, ഞാൻ പോയി എന്തെങ്കിലും തോന്നിവാസം എൻ്റെ ശരീരത്തെ അങ്ങ് പീഡിപ്പിക്കുകയല്ല. യേശു ക്രിസ്തുവുമായിട്ടൊരു ഐക്യം കടന്നു വരുമ്പോഴാണ് ആ മരണം എന്നിലേക്ക് വരുന്നത്. അതിനാണ് വിശ്വാസത്തിന്റെ ആ ഉപകരണം നമുക്ക് തന്നത്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിലൂടെ യേശുക്രിസ്തുവുമായിട്ടൊരു ഐക്യം കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണവും ജീവനും വ്യാപരിക്കാൻ തുടങ്ങും. അതായത് യേശുവിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പോയി എൻ്റെ കയ്യിന് 2 അടി കൊടുക്കുന്ന പരിപാടിയല്ല, കുറച്ച് ക്രൂശിക്കാൻ കയ്യെ. അങ്ങനെയാണ് പലരും ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നോക്കി പരാജയപ്പെട്ടു പോകുന്നത് അല്ലേ. അങ്ങനല്ല, നമ്മുടെ ശരീരത്തിൽ യാഗത്തിന്റെ അനുഭവം കടന്നു വരുന്നത് എങ്ങനെയാണ്? യേശുക്രിസ്തുവിലൂടെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വളരെ കാതലായ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് തിരിയാം. റോമർ 6-ാം അധ്യായം ഞാൻ തിരിക്കാം. റോമർ 6-ാം അധ്യായം നമ്മൾ അതിന്റെ 6 മുതൽ 14 വരെയും
ഒന്ന് ഓടിച്ച് ചിന്തിക്കാൻ പോവാണ്. വളരെ കാതലായ വേദഭാഗമാണ്. ഇത് മനസ്സിലാക്കിയാലേ റോമർ 12 പറഞ്ഞ ജീവനുള്ള യോഗമായി നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുക എന്നുള്ളത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയുള്ളൂ. ഇത്രത്തോളം സന്ദേശം നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ യുക്തമായ ആരാധന ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുന്നതാണ്. പക്ഷെ അത് കൊലോസ്യ ലേഖനത്തിൽ കണ്ടതുപോലെ മാനുഷികമായ നിയമവാദമല്ല. അത് ജഡീക അഭിലാഷങ്ങളുടെ മേൽ ജയം കൊണ്ടാടാൻ ഒരു ഗുണവുമില്ല. പകരം യേശുക്രിസ്തുവുമായുള്ള വിശ്വാസ നിമിത്തമുള്ള ഐക്യത്തിലൂടെ മാത്രമേ നമുക്ക് ഈ മരണത്തിന്റെ അനുഭവം ശരീരത്തിൽ അനുഭവിച്ച് യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. റോമർ 6 മുതൽ നിങ്ങൾ എന്നോട് കൂടെ ചിന്തിക്കുക. ഞാൻ തന്നെ വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഈ വേദഭാഗം, ഈ 6 മുതൽ 14 വരെയുള്ള വേദഭാഗം നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്രിയകൾ നമ്മൾ മനസ്സിൽ വെക്കണം. വ്യാകരണത്തിൽ ക്രിയ അറിയാമല്ലോ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ. നാം അറിയുന്നു. അപ്പൊ ഒന്നാമതായിട്ട് ചിലതൊക്കെ അറിയണം. ചില വസ്തുതകൾ നിങ്ങൾ അറിയണം. പലരും അറിഞ്ഞിട്ടില്ല. എന്താ ഇവിടെ അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ ഈ പഴയ മനുഷ്യനെ ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ അവിടെ തന്നെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞു, അല്ലെ? നിങ്ങൾ ക്രൂശിക്കണമെന്നല്ല പറഞ്ഞത്, പഴയ മനുഷ്യനെ നിങ്ങൾ ക്രൂശിക്കണമെന്നൊക്കെ ചില പ്രസംഗങ്ങൾ തെറ്റിച്ച് പ്രസംഗിക്കുക. അതായത് ഇതൊക്കെ വ്യക്തമായിട്ട് പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. നമുക്കൊരു ക്രൂശീകരണമുണ്ട്, അത് പിന്നീട് പറയാം. പക്ഷെ ഇവിടെ പഴയ മനുഷ്യനെ നമ്മളല്ല ക്രൂശിക്കുന്നത്, പഴയ മനുഷ്യനെ ക്രിസ്തു ക്രൂശിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ ആദാമിൽ ആരായിരുന്നു, യേശുക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പുള്ള സ്വതസിദ്ധമായ ഞാനുണ്ടല്ലോ, ആ എന്നെ കർത്താവ് ക്രൂശിൽ കൊന്നു. ആ ഞാനല്ല ഇപ്പൊ നിൽക്കുന്ന ഞാൻ ആരാണ്? വീണ്ടും ജനിച്ച ഞാനാണ്. എനിക്ക് പഴയ ശരീരവും പഴയ ജഡവും ഒക്കെ ഉണ്ട്, പക്ഷെ പഴയ മനുഷ്യനില്ല. പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യൻ പഴയ ജഡത്തിലും പഴയ ശരീരത്തിലും. അതായി കുഴപ്പം. പുതിയ ശരീരം കർത്താവ് വരുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാം പുതിയതായി. അപ്പൊ പിന്നെ എല്ലാം ഒരു പ്രശ്നവും ഇല്ല. ഇപ്പത്തെ പ്രശ്നം ഡ്രൈവർ പുതിയതാണെങ്കിലും കാറ് പഴയതാ എന്നാണുള്ളതാണ് ഈ കുഴപ്പം, അല്ലേ? അപ്പൊ പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പാപം മാത്രം ഇഷ്ടപ്പെട്ട് പാപത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യൻ ഇനിയില്ല. അതാണ് വീണ്ടും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. ഒരു പുതിയ മനുഷ്യൻ വന്നു. അതല്ലേ 2 കൊരിന്ത്യർ 5 പറഞ്ഞ യേശുക്രിസ്തുവിൽ കടന്നു വരുന്നവനെല്ലാം പുതു സൃഷ്ടി. എന്താ പുതു സൃഷ്ടി? ഞാനൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് പഴയതുപോലെ പാപം ചെയ്യാൻ ആഗ്രഹമില്ല. പാപം ചെയ്യുകയും ചെയ്തു പോകാറൊക്കെ ഉണ്ട്, പക്ഷെ പാപം ചെയ്യുന്നതല്ല എൻ്റെ ഉദ്ദേശം. ഉള്ളിന്റെ ഉള്ളിലെ ആഗ്രഹം മാറി. അങ്ങനെ മാറ്റം വന്നതാണ് വീണ്ടും ജനനം, അല്ലേ? അപ്പൊ ആ പഴയ മനുഷ്യനെ ക്രൂശിച്ചു എന്ന് ഞാൻ അറിയുന്നു എന്ന് ആദ്യം പറയാൻ പറ്റണം. നിങ്ങളൊക്കെ അറിയണം അത്. ഞാൻ പഴയ മനുഷ്യനല്ല, പ്രലോഭനം വന്ന് 2 തോണ്ടുമ്പോ പോകുന്നവനല്ല എന്നൊരു ബോധ്യം വരണം. പലരും അത് ബോധ്യം വരാത്തോണ്ടാണ് ഇപ്പോഴും വന്ന് വിളിക്കുമ്പോ പോകും, അല്ലേ? പണ്ടൊരു കഥ ഞാൻ കേട്ടതുപോലെ, പണ്ട് ആർമിയില് ഒരു പുള്ളി രാവിലെ എഴുന്നേക്കും, 6 മണിയാകുമ്പോൾ എഴുന്നേക്കും. അപ്പൊ മറ്റേ PT സാറ് വന്ന് വിസിൽ ഊതുമ്പോൾ ഈ പുള്ളി പോയി നിൽക്കും. പിന്നെ പുള്ളി പറയുന്ന പോലെ മാർച്ചൊക്കെ ചെയ്യും. ഒരു ദിവസം ഈ പുള്ളി വിരമിച്ച് രാവിലെ പുള്ളി പെട്ടിയും തൂക്കി പുറത്തോട്ട് പോവുക. പോകുന്ന സമയത്ത് ഈ മറ്റേ പുള്ളി വിസിൽ ഊതി. അപ്പൊ ഈ പുള്ളി അറിയാതെ നിന്നു. പിന്നെ പുള്ളി പറഞ്ഞു, ഞാനിനി നിൽക്കണ്ട, അവൻ കിടന്ന് ഊതത്തെ, ഞാൻ വീട്ടിൽ പോവുക, ഞാൻ വിരമിച്ചു. ഇനി അവൻ എൻ്റെ സുപ്പീരിയർ ഒന്നുമല്ല, എൻ്റെ മേൽ ഓഫീസർ ഒന്നുമല്ല, അല്ലേ? അയാൾ കിടന്ന് ഊതും, ഊതും. നമുക്ക് അനുസരിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും പാവം വന്നിട്ട് അങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് ചെയ്യടാ, അല്ലേ? നമ്മളപ്പം പഴയ ഓർമ്മയിൽ അങ്ങ് ചെയ്യും. ശീലമായി പോയി, ദുശീലം. വചനം പറയണം, ആദ്യം നീ അറിയണം, നീ അവിടെ നിന്ന് വിരമിച്ചു, നിനക്ക് പുതിയൊരു യജമാനെ കിട്ടി. പാപമല്ല നിന്റെ കർത്താവ്. അതാണ് അവസാനം 14 പറഞ്ഞത്, നിങ്ങളുടെ കർത്തൃത്വം പാപത്തിനല്ല. അപ്പൊ ഞാൻ പുതിയ മനുഷ്യനെ ആദ്യം വിശ്വസിക്കണം, അത് അറിയണം. നമ്മൾ അറിയുന്നുണ്ടോ?
നമ്മൾ അറിയണം, അല്ലേ? അപ്പൊ അതാണ് 6:6 പറഞ്ഞത്, നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് പറഞ്ഞാൽ പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണമായിട്ട് പാപ സ്വഭാവത്തിൽ നിന്നല്ല, അത് നമുക്ക് പടിപടിയായിട്ട് പ്രക്രിയയായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ പാപം എന്ന് പറയുന്ന കർത്തൃത്വത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. കാരണം നമ്മൾ ആ കർത്തൃത്വത്തിനോട് മരിച്ചു. ആ അടിമയായിരുന്നവനെ ദൈവം കൊന്നു കളഞ്ഞു, അല്ലെ? ഇനി ഞാൻ അടിമയല്ല, ഞാൻ മോചനം പ്രാപിച്ചിരിക്കുന്നു. 8-ാം വാക്യം, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എങ്കിൽ. അപ്പൊ നമ്മളെങ്ങനെയാ മരിച്ചേ? നമ്മളല്ല പോയി മരിച്ചത്, നമ്മളെ ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് ദൈവം ക്രിസ്തുവിൽ കൊന്നു, അല്ലെ? അവിടെ ഒരു ഐക്യത്തിന്റെ ചിത്രമുണ്ട്, അല്ലെ? അപ്പൊ പൗലോസ് പറയാണ്, നമ്മൾ ക്രിസ്തുവിനോട് മരണത്തിൽ ഏകീഭവിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു. അടുത്ത ക്രിയ വന്നു. ആദ്യം എന്തായിരുന്നു? അറിയുന്നു. ഇപ്പൊ എന്താ? വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിന്റെ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ അതെന്തോ വിശ്വസിക്കണ്ടേ? പഴയ മനുഷ്യൻ അവനോടുകൂടെ കുഴിച്ചിട്ടതുപോലെ, അത് പറഞ്ഞാലാണ്, അതാണ് സ്നാനം കേട്ടോ. ഈ പഴയ മനുഷ്യനെ കൊണ്ട് കുഴിച്ചിടുന്നതാണ് സ്നാനം. പഴയ മനുഷ്യനെ കർത്താവ് ക്രൂശിൽ കൊന്നു, ഞാനിപ്പോ വീണ്ടും ജനിച്ച് പുതിയ മനുഷ്യനെ. ഇപ്പൊ അതേ പഴയ മനുഷ്യന്റെ സംസ്കാര ശുശ്രൂഷയാണ് ജലസ്നാനം, അല്ലെ? അതിലോട്ട് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പോ ഇപ്പൊ എന്റെ പഴയ മനുഷ്യൻ മരിച്ചുപോയി, ഇനി പുതിയ മനുഷ്യൻ കർത്താവിനോട് കൂടെ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേലിനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. അതെല്ലാവർക്കും അറിയാം, അത് പറയാൻ ഒരു കുഴപ്പമില്ല. ആമേനും പറയും, അല്ലേ? കർത്താവ് ക്രൂശി മരിച്ചു, ഇനി പാപത്തിനല്ല, ഇനി ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മറന്നുപോലും, ക്രൂശില് കർത്താവിന്റെ കൂടെ വേറെ ആരും മരിച്ചു? നമ്മളൊന്നും മരിച്ചു. അപ്പൊ കർത്താവിന് സംഭവിച്ചതെല്ലാം നമുക്കും സംഭവിക്കും. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. കർത്താവ് ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് പറയുന്നത് പോലെ നമുക്കും ഇനി പാപത്തിനോടൊരു ബന്ധവുമില്ല. അതവിടെ പറഞ്ഞു വരുന്നത്. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിനു ജീവിക്കുന്നു. അവണ്ണം, കേട്ടോ, അവണ്ണം നിങ്ങളും. ഇത് നമ്മൾ ഓർക്കാറില്ല ക്രൂശിനെ കുറിച്ച് ചിന്തിക്കും, അല്ലെ? ക്രൂശിൽ കർത്താവ് മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. അല്ല, കർത്താവിന്റെ കൂടെ വേറൊരാളും മരിച്ചു, ഞാൻ, അല്ലെ? നിങ്ങൾ മരിച്ചു എന്ന് പറയണം. അപ്പൊ എനിക്കെന്താണ്? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. അപ്പോ ഒന്നാമത് ഇത് അറിയണം, രണ്ടാമത് വിശ്വസിച്ച് എണ്ണണം. നിങ്ങളെ തന്നെ അങ്ങനെ എണ്ണണം. ഞാൻ പാപത്തോട് ക്രിസ്തുവിനോട് കൂടെ മരിച്ചിട്ട് ഇപ്പൊ ദൈവത്തിനു വേണ്ടി ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നവനാണ് എന്ന് എന്നെ തന്നെ എണ്ണണം. ഞാൻ ആരാണ്, ഞാൻ ഏത് വ്യക്തിയാണെന്ന് ചോദിക്കുമ്പം മിനിഞ്ഞാന്നും പാപം ചെയ്ത ഒരു ഊതറയാണെന്ന് മാത്രം ചിന്തിക്കരുത്. പലരുടെയും ചിന്താഗതി ഇതാണ്, അവരുടെ അനുഭവം വെച്ചിട്ടാണ് അവരവരുടെ സ്വയത്തെ വിലയിരുത്തുന്നത്. അങ്ങനല്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവർ, ക്രിസ്തുയേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർ എന്ന് വിശ്വാസത്താൽ എണ്ണാൻ പഠിക്കണം. അത് കഴിഞ്ഞാണ് 12-ാം വാക്യം. ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. നിങ്ങൾ പാപത്തിനെ നിങ്ങളുടെ ജീവിതത്തിൽ വാഴുവാൻ അനുവദിക്കരുത്. മറ്റേ വിരമിച്ചു പോയ അയാളോട് പറയണം, ഇനി മറ്റവും വിസിലൂതിയാ നീ തുള്ളരുത്, അല്ലെ? അയാൾക്ക് ഇനി നിന്റെ മേൽ ഒരു അധികാരവും ഇല്ല എന്ന് നീ വിശ്വസിച്ച് തള്ളിക്കളയണം. എന്നിട്ട് 13-ാം വാക്യം, നമ്മുടെ ശരീരങ്ങൾ അവിടെ കടന്നു വരികയാണ്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളുടെ ശരീരത്തിന്റെ അംഗങ്ങളെ പാപം ചെയ്യുവാൻ, പാപത്തിന്റെ കർത്തൃത്വത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. പിന്നെന്തോ ചെയ്യണം? നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവിൻ, അല്ലേ? എന്നിട്ട് പറഞ്ഞിരിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ അറിയോ? 14-ാം വാക്യം, നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം എന്ന് പറയുന്ന കർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞത് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. ശരീരത്തെ പാപത്തിന് ഏൽപ്പിക്കാതെ ദൈവത്തിന് കൊടുക്കുവാൻ പറ്റും. പക്ഷെ ഈ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ശരീരത്തിന്റെ സമർപ്പണം ആദ്യം പറഞ്ഞ 1ഉം 2ഉം മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോഴാണ് ഇത് സുവിശേഷത്തിൽ അടിസ്ഥാനപ്പെട്ടതാകുന്നത്.
ഇല്ലെങ്കിൽ സന്യാസമായി പോകും. പാപം ചെയ്യരുത്, ഇതെല്ലാം മതവും പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എൻ്റെ കൈ എപ്പോഴും ഇടത്തോട്ട് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വലത്തോട്ട് തിരിക്കണമെന്നാണ്. വലത്തോട്ട് എങ്ങനെ തിരിക്കും? അത് പറഞ്ഞു തരില്ല, ചെയ്തോണം. എന്നിട്ട് ചിലത് നടിച്ച് നടക്കും, ഞാൻ ചെയ്യുന്നുണ്ടെന്ന്. കുറച്ച് കഴിയുമ്പം പേപ്പറിൽ വരും അവരും ഇടത്തോട്ട് തിരിക്കുന്നുണ്ടായിരുന്നു, വലിയ കൊമ്പത്തെ സന്യാസിയായിരുന്നു, പള്ളിയിലച്ഛനായിരുന്നു, പക്ഷെ അവരും ഇടത്ത്. ഇതാണ് മതം അല്ലെ? മതത്തിൽ ഈ പ്രവൃത്തി മാത്രമേ ഉള്ളൂ, പക്ഷെ ജഡാഭിലാഷത്തിന്റെ മേൽ ഒരു ജയവും ഇല്ലെന്ന് പറഞ്ഞ പോലെ ചെയ്യരുത് തുടരുത് എന്നൊക്കെ പറയത്തുള്ളൂ അല്ലെ? കൊലോസ്യ ലേഖനം 2 നമ്മൾ പറഞ്ഞില്ലേ, തുടരുത്, കാണരുത്, ചെയ്യരുത്. ഈ അരുതരുതെന്ന് മാത്രം പറയും. എങ്ങനെ? അത് റോമാലേഖനം 6 മൂന്നാമത്തെ ഘടകമാണ്. 1ഉം 2ഉം ഇല്ലെങ്കിൽ ഈ മൂന്നാമത്തെ ഘടകം അർത്ഥശൂന്യമാണ്. 1ഉം 2ഉം എന്താണ്? ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ അറിയണം. 2, അതുതന്നെ ഞാൻ വിശ്വസിച്ച് എന്നെ എണ്ണണം. അപ്പൊ അറിഞ്ഞ് വിശ്വസിച്ച് എണ്ണി മൂന്നാമതാണ് ശരീരത്തെ സമർപ്പിക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ഞാൻ 2 Corinthians 4 പറഞ്ഞത്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേ ഇത് ഉരുത്തിരിഞ്ഞു വരത്തുള്ളൂ. അല്ലാതെ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ കുറച്ച് ക്രൂശീകരണം നടത്താം, എന്റെ ശരീരത്തെ ജീവനുള്ള യാഗമാക്കാം എന്നൊക്കെ പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പൊ ക്രൂശിൽ എന്ത് സംഭവിച്ചു? എന്റെ പഴയ മനുഷ്യൻ മരിച്ചു. നിങ്ങളെ കുറിച്ച് ചിലർ പറയും, ഓ അയാൾ എപ്പോഴും കള്ളവേ പറയത്തുള്ളൂ. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? ഓ നാക്കെടുത്താൽ കള്ളവേ പറയത്തുള്ളൂ. ചിലപ്പോൾ അത് സത്യമായിരിക്കും കേട്ടോ, നാക്കെടുത്താൽ കള്ളവേ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, നാക്കെടുത്താൽ കള്ളം പറയുന്ന പഴയ മനുഷ്യനെ കർത്താവ് ക്രൂശിച്ചു, അയാൾ മരിച്ചു. നീ നാക്കെടുത്താൽ സത്യം പറയുന്നവൻ പൂർണ്ണമായിട്ട് അങ്ങനെ ശക്തനൊന്നും ആയിട്ടില്ല, പക്ഷെ അത് ശക്തനാക്കണം. നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം മാറി എന്ന് മനസ്സിലാക്കി. ഇത് ഞാൻ നാക്കെടുത്താൽ നുണയെ പറയത്തുള്ളൂ വിശ്വസിച്ചുകൊണ്ട് നടന്നാൽ നാളെയും പോയി നാക്കെടുത്ത് നുണയും പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ പാപത്തിന് മരിച്ചു, നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് നിങ്ങളെ തന്നെ എണ്ണണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ദൈവം ഒന്നും എണ്ണിത്തരത്തില്ല നിങ്ങൾക്ക്. ഇത് വിശ്വാസത്തിന്റെ ഒരു അടയാളമാണ്. ഞാൻ എന്നെ അങ്ങനെ തന്നെ എണ്ണുന്നു. അപ്പൊ വിശുദ്ധീകരണത്തിന് ആവശ്യമായ വിശ്വാസത്തിൽ ഇത് കടന്നു വരണം. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ എണ്ണുന്നുണ്ടോ? ക്രൂശിന്റെ നിഴലിലാണോ നിങ്ങളെ തന്നെ നിങ്ങൾ എണ്ണുന്നത്? ഞാൻ പാപത്തിന് മരിച്ചവനാണ്, പഴയ ദുശീലവും വെച്ച് നടന്നവനല്ല, ഞാൻ പുതിയ വ്യക്തിയാണ്, പുതിയ മനുഷ്യനാണ്. യേശുക്രിസ്തുവിനോട് ഏകീഭവിച്ച അവന്റെ അനുഭവം തന്നെ എനിക്കും. ഞാൻ പാപത്തിനായിട്ട് ഒരിക്കൽ മരിച്ച് ഇനിയിപ്പോ എന്റെ ജീവിതം ദൈവഹിതത്തിന് വേണ്ടിയാണ്. എന്റെ ശരീരം പാപത്തിന് കൊടുക്കാനുള്ളതല്ല. ഈ ബോധത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പിന്നെ കൈയും കാലും കണ്ണും ഒന്നും കൊടുക്കാതിരിക്കുന്ന പാപത്തിന്. കാരണം അത് കൊടുക്കുന്നത് ശരിയല്ല, കാരണം ഞാൻ യേശുക്രിസ്തുവിൻ്റെതായി. അപ്പോ കർത്താവിലുള്ള വിശ്വാസം നിമിത്തവും കർത്താവിനോടുള്ള ഏകീഭാവം നിമിത്തവും മാത്രമേ ശരീരത്തെ ജീവനുള്ള യാഗമായി അർപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്രൂരമായ പീഡനം കാരണം സന്യാസമായി പോകും. അത് ജഡീക അഭിലാഷത്തെ ജയിക്കുവാൻ ഒരു ഗുണവുമില്ല, അത് വിശുദ്ധിയിലൊന്നും ചെന്ന് എത്തത്തില്ല. അപ്പോ സുവിശേഷ സത്യത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായിട്ട് അറിയണം, ഞാൻ ക്രിസ്തുവിനോട് ഐക്യം പ്രാപിച്ച വ്യക്തിയാണ്, എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചു. നിങ്ങളെല്ലാം ദൈവസന്നിധി മാറിയിരുന്ന് ചിന്തിക്കണം, ഞാൻ മരിച്ചെന്ന് ഞാൻ അറിയുന്നുണ്ടോ? അതൊരു സമയമെടുത്ത് ധ്യാനിച്ച് ഉറപ്പിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ ഒരു പ്രസംഗത്തിലൂടെ കേട്ടിട്ട് തലയാട്ടി പോയിട്ട് കാര്യമില്ല. ഏത് പ്രലോഭനം വന്നാലും തകർന്നു പോകാത്ത ഒരു ഉറപ്പുള്ളി വരണം. ഞാൻ മരിച്ചു, ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ മനുഷ്യനാകുന്നു. യേശുക്രിസ്തു ക്രൂശിലൂടെ എനിക്കൊരു പുതിയ വ്യക്തിത്വം പകർന്നു തന്നിട്ടുണ്ട്. ഞാൻ അത് അറിയുന്നു. അറിയുക മാത്രമല്ല, വിശ്വസിച്ച് എന്നെ അങ്ങനെ തന്നെ എണ്ണുന്നു. ഞാൻ പാപത്തിന് മരിച്ചവനും ദൈവത്തിനായി ജീവിക്കുന്നവനും. പാപത്തിൽ മരിച്ചവനായിരുന്നു, ഇനി പാപത്തിന് മരിച്ചവനാണ്. പാപത്തിന് ഞാനുമായിട്ടൊരു ബന്ധവും ഇല്ല അല്ലേ? അതിനുശേഷം ഇങ്ങനെ അറിഞ്ഞും എണ്ണിയതിനു ശേഷമാണ് ശരീരത്തിന്റെ അവയവങ്ങളെ സമർപ്പിക്കുന്നത് അല്ലെ? ശരീരത്തിന്റെ അവയവങ്ങളെ സമർപ്പിച്ച് ദൈവകൃപയാൽ നിങ്ങൾ വിശുദ്ധിയിൽ നടക്കണം. അപ്പോ ശരീരങ്ങളെ സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു കടമ്പ ദൈവത്തിന്റെ പദ്ധതിയിലുണ്ടെങ്കിലും അതിന് അടിസ്ഥാനങ്ങൾ കുറേയുണ്ട്. അത് മനസ്സിലാക്കാതാവുമ്പോഴാണ് ഈ വെറും പ്രവൃത്തിയുടെ സുവിശേഷമായി പോകുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കസറത്ത് കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ശരീരങ്ങളുടെ യഥാർത്ഥ
സമർപ്പണമൊന്നും സംഭവിക്കാതെ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കാത്തത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ ശരീരങ്ങളെ സമർപ്പിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നല്ലോ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾ പാപത്തെ ഇനി നിങ്ങളുടെ ശരീരത്തിൽ വാഴുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ശരീരങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് കൽപ്പന മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? റോമാലേഖനം 8 തിരിയുക. റോമാലേഖനം 8 അതിൻ്റെ 13-ാം വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. എങ്ങനെ മരിപ്പിക്കണം? ആത്മാവിനാൽ. അപ്പൊ കണ്ടോ, അപ്പൊ സുവിശേഷത്തിൽ അടിസ്ഥാനം ഇട്ടാൽ മാത്രം പോരാ, ഇനി ശക്തി സ്രോതസ് ദൈവം തന്നെ. അപ്പൊ അതും സന്യാസമല്ല, സ്വന്തം നമ്മുടെ സ്വയ ഇച്ഛ കൊണ്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലെ, ഞാൻ ഇനി കള്ളം പറയില്ല എന്ന് തീരുമാനം എടുത്തു, നാളെ തന്നെ പോയി കള്ളം പറയും. എത്രയോ പേര് തീരുമാനം എടുത്തിട്ട് തീരുമാനമൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടല്ലേ. അങ്ങനെ ഒരു വളരെ വൈകാരികമായ ഒരു മീറ്റിങ്ങിൽ ഒരു തീരുമാനമെടുത്താലൊന്നും നടക്കത്തില്ല. തീരുമാനം കൊണ്ടല്ല, ആത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങളുടെ ദുഷ്പ്രവർത്തികളെ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. അല്ലെ, അപ്പൊ ഇവിടെ വലിയ കാതലായ വിഷയം എന്താണ്? ആത്മാവിനാൽ. നമ്മുടെ ശക്തി സ്രോതസ് ആത്മാവാണ്. പക്ഷെ ഇവിടെ ചിന്തിച്ചേ, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇവിടെ ആരാ മരിപ്പിക്കുന്നേ? വലിയ ചോദ്യം അല്ലേ. ഇംഗ്ലീഷ് ബൈബിൾ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇവിടെ ആരാ പ്രവർത്തിക്കുന്നത്? പ്രവർത്തിക്കുന്നത് ഞാനാ, പക്ഷെ ശക്തി ആത്മാവാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ, ഇഫ് യു ബൈ ദ സ്പിരിറ്റ് പുട്ട് ടു ഡെത്ത് ദ മിസ്റ്റേക്സ് ഓഫ് ദ ബോഡി. അപ്പോൾ നിങ്ങൾ 13-ന്റെ ആദ്യമായി പോയി, പിന്നെ വീണ്ടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്നു. അപ്പൊ ആരാ തീരുമാനം എടുത്ത്? ഞാൻ, നിങ്ങൾ, അല്ലേ. രണ്ടാമത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു. ആരാ തീരുമാനം എടുത്ത്? ഞാൻ, അല്ലെ, നിങ്ങൾ, അല്ലേ. അപ്പൊ നമ്മളാണ് പ്രവർത്തിക്കുന്നത്, പക്ഷെ ശക്തി ആത്മാവിന്റെ ശക്തിയായിരിക്കും. അതുകൊണ്ടാണ് ആത്മനിറവിൽ നടക്കണം എപ്പോഴും, അല്ലെ. ഒരുപാട് വാക്യങ്ങൾ എടുക്കാൻ സമയം എടുക്കുന്നില്ല. ഗലാത്യർ 5:16 25 ഒക്കെ ഇത് തന്നെ പറഞ്ഞു. ആത്മാവിനാൽ നിങ്ങൾ നടക്കുന്നുവെങ്കിൽ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കുകയില്ല. മലയാളം ബൈബിളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ, അവിടെ അനുസരണം ഒന്നും യവനപദത്തിലില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ പ്രയോഗം, ആത്മാവിനാൽ നടക്കുന്നുവെങ്കിൽ. അപ്പൊ ആത്മാവിനാൽ നടന്നാലേ ജഡത്തിന്റെ മോഹങ്ങളെ അനുസരിക്കാതെ നടക്കാൻ പറ്റത്തുള്ളൂ. അതാണ് കൊലോസ്യലേഖനത്തിൽ പറഞ്ഞ ജഡാഭിലാഷത്തിന്റെ മേൽ ജയമൊന്നുമില്ലെന്ന്. ജഡത്തിൽ നടന്നുകൊണ്ടിരുന്ന, ജഡത്തിന്റെ മതപരമായ സന്യാസവും ചെയ്തുകൊണ്ടിരുന്ന ജഡാഭിലാഷത്തിന്റെ മേൽ ജയമില്ല. എന്നാൽ ജഡാഭിലാഷത്തിന്റെ മേൽ ജയം എപ്പോഴാ വരുന്നത്? നിങ്ങളുടെ മോഹങ്ങളെ നിവർത്തിക്കാതെ നടക്കുന്ന എപ്പോഴാ? ആത്മാവിനാൽ നടക്കുമെങ്കിൽ. കണ്ടോ, എല്ലാം ചേർന്ന് വരുന്നുണ്ടോ? അപ്പൊ ആത്മാവിനാൽ നടക്കണം, ആത്മനിറവോടെ നടക്കണം. അതുകൊണ്ടാണ് എഫീഷ്യ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ആഴ്ചയും, ഇപ്പോൾ ഏതാണ്ട് എല്ലാ ആഴ്ചയും ഞാൻ ഈ വേദഭാഗം വായിക്കാറുണ്ട്. എഫീഷ്യ ലേഖനം 5 പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5:18 നിങ്ങൾ ആത്മനിറവുള്ളവരായിരിക്കണം, അല്ലെ. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പകരം എന്ത് ചെയ്യണം? ആത്മനിറവുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി എല്ലായ്പ്പോഴും കർത്താവിന് സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണമെന്ന്. അപ്പൊ എല്ലായ്പ്പോഴും സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കണമെങ്കിൽ എല്ലായ്പ്പോഴും ആത്മനിറവുള്ളവരായിരിക്കണം. അപ്പൊ ആത്മനിറവുള്ളവരായിരിക്കുക എന്നുള്ള കൽപ്പന വളരെ കാതലായ വിഷയമാണ്. ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞു പോകട്ടെ. ആത്മാവിന്റെ നിറവിലൂടെയാണ് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ശരീരത്തെ ജീവനുള്ള യാഗമായി അർപ്പിക്കേണ്ടത്. നമ്മുടെ കൺമോഹത്തെ നമ്മൾ എങ്ങനെ ക്രൂശിക്കും, അല്ലെ. കർത്താവ് മത്തായി 5 പറഞ്ഞു, ഒരു സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിയും. ഹൃദയത്തിലെ വ്യഭിചാരം, അതിന്റെ മൂലകാരണമായ കൺമോഹം എങ്ങനെ ക്രൂശിക്കാൻ പറ്റും? ആത്മാവിനാൽ മാത്രം, അല്ലെ. നിന്റെ കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നു കളയുക. എങ്ങനെ ചൂഴ്ന്നു കളയാൻ പറ്റും? തുടരുത്, കാണരുത് എന്ന് പറയുന്ന കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന മതപരമായ ചിന്താഗതിയല്ല. പലരും ഈ വാക്യങ്ങളൊക്കെ ആ രീതിയിലാണ് വായിച്ചു വെച്ചിരിക്കുന്നത്. നോക്കരുത്, പെണ്ണിനെ നോക്കരുത് എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ നോക്കാതിരിക്കുമോ? അപ്പൊ തന്നെ നോക്കും, അല്ലെ. പിള്ളേരോട് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിയരുത്, അപ്പൊ തന്നെ തിരിയും, അല്ലെ. അങ്ങനെ കൽപ്പനകൾ കൊണ്ടല്ല, നിയമവാദം കൊണ്ടല്ല. എങ്ങനെ?
ആത്മാവിനാൽ മാത്രം. അല്ലേ? നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുമോ? ഇല്ല. യാക്കോബിന്റെ ലേഖനം 3:8 പറഞ്ഞിരിക്കുന്നത്, നരകത്തിലെ തീ വാഴുന്ന അംഗമാണ് നമ്മുടെ നാവ്. അതിനെ മെരുക്കുവാൻ ഒരു മനുഷ്യനും കഴിയില്ല. വായിച്ചിട്ടുണ്ടോ? യാക്കോബ് 3:8 ഒരു മനുഷ്യനും മെരുക്കുവാൻ കഴിയാത്ത സാധനമാണ് ഈ നാവ്. പിന്നെ ആർക്ക് മെരുക്കാൻ പറ്റും? അല്ലേ? യാക്കോബ് 1 തന്നെ പറഞ്ഞിട്ടുണ്ട്, 1:26 പറഞ്ഞിട്ടുണ്ട്, നാവിനെ കടിഞ്ഞാണിടാത്ത മനുഷ്യന്റെ ഭക്തി വട്ടപൂജ്യം. വലിയ പ്രസംഗമൊക്കെ പ്രസംഗിക്കുമായിരിക്കും, അന്യഭാഷ പറയുമായിരിക്കും, പാട്ട് പാടുമായിരിക്കും, ബൈബിളിലെ 100 വാക്യങ്ങൾ കാണാൻ പറയുമായിരിക്കും. നാവിനെ കടിഞ്ഞാണിടുന്നില്ലെങ്കിൽ നിന്റെ ഭക്തി വട്ടപൂജ്യം. പിന്നെ എവിടെ തുടങ്ങാം? എങ്ങനെ നാവിനെ കടിഞ്ഞാടാൻ പറ്റും? ആത്മാവിനാൽ മാത്രം. ആത്മാവിനാൽ നിങ്ങളുടെ ശരീരങ്ങളുടെ ദുഷ്പ്രവർത്തികളെ നിങ്ങൾ മരിപ്പിക്കുമെങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ നടക്കുമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ നിവർത്തിക്കാതിരിക്കും. അല്ലെ? അതുപോലെ കൈയും കാലും ഒക്കെ പറയാം. മത്തായി 18 അങ്ങനെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ മുറിച്ചുകളാ. എങ്ങനെ മുറിക്കും കർത്താവേ? ആത്മാവിനാൽ. ആത്മാവിനാൽ. അല്ലെ? നമ്മുടെ ശരീരം ഒന്നടങ്കം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് 1 കൊരിന്ത്യർ 6:19-20 പറഞ്ഞിരിക്കുന്നത്. അല്ലെ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് അറിഞ്ഞും കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ വിശുദ്ധ മന്ദിരമാണെന്നും അറിഞ്ഞും കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുക. എന്തോ പശ്ചാത്തലം? 18 വാക്യം, ദുർനടപ്പ് വിട്ടുമാറുക, ലൈംഗിക ഭാവം വിട്ടുമാറുക. അല്ലെ? അപ്പോൾ ശരീരങ്ങളെ ദൈവം വില കൊടുത്തു വീണ്ടെടുത്തു. ശരീരങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ച് അത് വിശുദ്ധ മന്ദിരമാക്കിയിരിക്കുന്നു. ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കണം. എങ്ങനെ പറ്റും? ഈ പറഞ്ഞതുപോലെ കൺമോഹത്തെയും കാൽമോഹത്തെയും കൈമോഹത്തെയും നാവിന്റെ മോഹത്തെയൊക്കെ മുറിച്ചു കളയണം. പക്ഷെ മോഹത്തിൽ അനുസരിക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ആത്മാവിനാൽ നടക്കുമെങ്കിൽ നിങ്ങളുടെ മോഹങ്ങളെ നിവർത്തിക്കാതെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. അപ്പൊ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അർപ്പിച്ച് യുക്തമായ ആരാധന കഴിച്ച് പ്രായോഗിക ജീവിതത്തിന്റെ 1ാമത്തെ പടി ചവിട്ടണമെങ്കിൽ എന്തോ വേണം? ആത്മനിറവ് വേണം. അതുകൊണ്ടാണ് ആത്മനിറവ് എന്നും വേണമെന്ന് പറയുന്നെങ്കിൽ എന്നും ഈ പറയുന്നത് പോലെ ക്രിസ്തുവിനെ അനുസരിച്ച് നമുക്ക് നടക്കുവാൻ കഴിയുള്ളൂ. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഞാനൊന്ന് ഉപസംഹരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു, നമ്മുടെ യുക്തമായ ആരാധന എന്ന് പറയുന്നത്, നമ്മുടെ ശിഷ്യത്വ പാതയുടെ 1ാമത്തെ പടി എന്ന് പറയുന്നത് എന്താണ്? ശരീരങ്ങളെ യാഗമായിട്ട് കർത്താവിന് സമർപ്പിക്കണം. പക്ഷെ അത് ആരും തെറ്റിദ്ധരിക്കരുത്. ജഡീകമായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നതിനെ കുറിച്ചല്ല. അത് സാധാരണ മതബോധം, സാധാരണ മനുഷ്യർ ചെയ്യുന്ന സന്യാസം അല്ലെങ്കിൽ സമൂഹ സേവനം എന്നൊക്കെ പറയുന്ന പോലത്തെ ശരീരത്തെ ദണ്ഡിപ്പിക്കൽ, അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം എന്താണ്? സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന വസ്തുതകൾ നമ്മൾ അറിയണം. ക്രിസ്തുവിലൂടെ ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു എന്ന് അറിയണം. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശ്വാസത്താൽ എണ്ണണം, ഞാനിനി കർത്താവിനോട് ഏകീഭവിച്ച് പാപത്തോട് മരിച്ചിനി ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന പുതുസൃഷ്ടിയാണെന്ന് എന്നെ തന്നെ എപ്പോഴും എണ്ണി അതിൻ്റെ വെളിച്ചത്തിൽ ശരീരത്തെ സമർപ്പിക്കണം. സമർപ്പിക്കുമ്പോൾ ആത്മനിറവോടെ വേണം അത് ചെയ്യാൻ. ആത്മനിറവോടെ മാത്രമേ ശരീരത്തിൻ്റെ മോഹങ്ങളെ ജയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. യുക്തമായ ആരാധന കഴിക്കുവാൻ ദൈവം നിങ്ങളെവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച കൈവരിക്കുവാൻ ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അടിസ്ഥാനം ഇതാണെന്ന് മനസ്സിലാക്കുക. ദൈവം ആഗ്രഹിക്കുന്ന 1ാമത്തെ പടി ശരീരങ്ങളെ യാഗമായി അർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കർത്താവിന് യാഗമായി അർപ്പിച്ചിട്ടുണ്ടോ? എന്നും അർപ്പിക്കാറുണ്ടോ? അത് സുവിശേഷ വെളിച്ചത്തിൽ തന്നെയാണോ? നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു എന്നും പുതു സൃഷ്ടിയാണ് നിങ്ങളെന്നും പാപത്തിന്റെ അടിമത്തത്തിന് അധീനതയ്ക്ക് ശരീരം ഏൽപ്പിച്ചു കൊടുക്കുവാൻ പാടില്ല എന്ന് വിശ്വസിച്ച് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? കൺമോഹം, നാവിനെ കടിഞ്ഞാണിടാതെ സംസാരിക്കുന്ന പ്രകൃതം, കാല്, കയ്യ്, മറ്റ് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർത്താവ് ആഗ്രഹിക്കുന്ന പ്രകാരം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? ഇത്
കൊമ്പത്തെ എന്തെങ്കിലും ആത്മീയ പാഠമല്ല, പുതിയ നിയമത്തിൽ പ്രായോഗിക ജീവിത ശൈലിയെക്കുറിച്ചുള്ള ഉപദേശത്തിലെ അടിസ്ഥാന പാഠമാണ്. ഒന്നാമത്തെ പാഠം ബാലപാഠമാണ്. നമുക്ക് ഈ പാഠത്തോട് പ്രതികരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ഞങ്ങളെ വീണ്ടെടുത്തതിന്റെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ പാപപ്രകൃതമായിട്ട് ആദാമിലായിരുന്നപ്പോൾ, അങ്ങേ അറിയാതിരുന്ന കാലത്ത് ഞങ്ങൾ ആരായിരുന്നു, ആ വ്യക്തിയെ അങ്ങ് യേശു ക്രിസ്തുവിനോട് കൂടെ ചേർത്ത് ക്രൂശിച്ചതിനായിട്ട് സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഇനി പാപത്തിന്റെ അധീനതയിൽ ജീവിക്കേണ്ടവരല്ലല്ലോ. ഞങ്ങൾക്ക് പുതു സൃഷ്ടിയാകുവാൻ അങ്ങ് കൃപ നൽകി, വീണ്ടും ജനിച്ച മക്കളാകുവാൻ കൃപ നൽകി, പുതിയ കർത്തൃത്വത്തിന്റെ കീഴിലാകുവാൻ കൃപ നൽകി. അതെല്ലാത്തിനുമായിട്ട് സ്തോത്രം കരയറ്റുന്നു. ഈ സത്യാവസ്ഥകൾ ഞങ്ങൾ മറന്നു പോകാതെ എപ്പോഴും വിശ്വസിച്ച് അതിന്റെ വെളിച്ചത്തിൽ തന്നെ ഞങ്ങളെ എണ്ണിക്കൊണ്ട് ഞങ്ങളുടെ ശരീരങ്ങളുടെ മേൽ പാപത്തിന് വാഴുവാൻ ഇടകൊടുക്കാതെ കർത്താവേ, നീതിയുടെ ആയുധങ്ങളായി ഞങ്ങളുടെ ശരീരാവയവങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവ് എപ്പോഴും ഞങ്ങൾക്ക് പകർന്നു തരണമേ. ആത്മാവിനെ കൂടാതെ ഞങ്ങൾക്ക് ഈ ജീവിതം ജീവിക്കുവാൻ കഴിയുകയില്ല കർത്താവേ. ഞങ്ങൾ ആത്മാവിന്റെ അമിതബലം ചോദിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് ഏവർക്കും ആത്മാവിന്റെ അമിതബലം പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ അധീനതകളിൽ നിന്നും കർത്താവേ, എല്ലാ അഡിക്ഷൻസിൽ നിന്നും കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തുടർമാനമായിട്ട് ഒരു ശീലമായിട്ട് മാറിയിരിക്കുന്ന പാപപ്രകൃതങ്ങളിൽ നിന്ന്, പാപ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുന്ന രീതിയിൽ കർത്താവേ, അതിശക്തമായ പരിശുദ്ധാത്മ നിറവ് ഞങ്ങൾക്ക് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാനടക്കമുള്ള സകലരെയും അങ്ങയുടെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ ആസക്തികളിൽ നിന്നും വിടുവിച്ച് കർത്താവേ, ഞങ്ങളിൽ കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള യാഗമായി ഞങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുമ്പോൾ ദൈവത്തിന് പൂർണ്ണ മഹത്വം ലഭിക്കുന്ന അനുസരണ ജീവിതം നയിക്കുവാൻ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ, പാപത്തിൽ നിന്നുള്ള ഒരു വലിയ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് നിമിത്തം അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഈ വചന ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഇത്രത്തോളം ഇന്നത്തെ ഈ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. ഈ വിശുദ്ധ പകൽക്കാലം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാനും അങ്ങയുടെ എല്ലാ സ്തുതി സ്തോത്ര യാഗങ്ങളും അർപ്പിച്ച് അങ്ങേ ആരാധിക്കുവാൻ തന്ന നല്ല കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ കരുതി എല്ലാ കൃപയ്ക്കായിട്ടും സ്തോത്രം. ഈ വരുന്ന ആഴ്ച കർത്താവേ, അങ്ങയുടെ കൃപ നിമിത്തം അങ്ങയുടെ ഹിതത്തിൽ നടക്കുവാൻ ഞങ്ങളേവരെയും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കടന്നു വന്ന സകലരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. രോഗപ്രയാസത്തിലായിരിക്കുന്നവർക്ക് സൗഖ്യം കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട്ടിലെ മറ്റു പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആയിരിക്കുന്നവർക്ക് കർത്താവേ ആശ്വാസം പകർന്നു കൊടുത്താട്ടെ. അവർ പ്രാർത്ഥിക്കുന്ന, അവർ കാത്തിരിക്കുന്ന വിഷയത്തിൽ കർത്താവേ ഒരു വിടുതൽ അങ്ങ് പകർന്നു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരം അങ്ങ് അരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള സകലരും ദൈവമഹത്വം കണ്ട് കർത്താവേ അങ്ങയുടെ നന്മയിൽ തന്നെ നടക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വണ്ണം കർത്താവേ അങ്ങ് ഈ സഭയെ അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. ഇപ്പോഴോ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം അവൻ കാക്കുമാറാകട്ടെ. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തവൻ, അവൻ അങ്ങനെ തന്നെ നിവർത്തിക്കും. ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച സ്വർഗസ്ഥനായ ദൈവവും നമ്മുടെ പിതാവുമായവന്റെ സ്നേഹവും തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.